മികച്ച സിനിമയ്ക്കുള്ള ദേശീയ പുരസ്കാരം മലയാള സിനിമ ആട്ടത്തിന്. ആനന്ദ് ഏകർഷി സംവിധാനവും തിരക്കഥയും നിർവഹിച്ച സിനിമ 3 പുരസ്കാരങ്ങളാണ് സ്വന്തമാക്കിയത്. തിരക്കഥയ്ക്ക് പുറമെ എഡിറ്റിംഗിന് മഹേഷ് ഭുവനേന്ദ്രനും പുരസ്കാരമുണ്ട്. ഋഷഭ് ഷെട്ടിയാണ് മികച്ച നടൻ. കാന്താര എന്ന ചിത്രത്തിലൂടെയാണ് പുരസ്കാര നേട്ടം. മാളികപ്പുറം സിനിമയിലൂടെ ശ്രീപദ് ബാലതാരമായി. നിത്യാമേനോനും മാനസി പരേക്കും മികച്ച നടിക്കുള്ള പുരസ്കാരം പങ്കിട്ടു. സൂരജാർ ബർജാത്തിയ ആണ് മികച്ച സംവിധായകൻ. തരുൺമൂർത്തി സംവിധാനം ചെയ്ത സൗദി വെള്ളക്കയാണ് മികച്ച മലയാള സിനിമ. സൗദി വെള്ളക്കയിലെ ഗാനത്തിന് ഗായികയ്ക്കുള്ള പുരസ്കാരം ബോംബെ ജയശ്രീക്ക് ലഭിച്ചു. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് വിനീത വിജി ചേരുന്നു. വിനീത, പുരസ്കാര നേട്ടം ആർക്കൊക്കെ, എന്തൊക്കെയാണ് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? വേണു, ഈ പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ മലയാള സിനിമയ്ക്ക് ഏറെ അഭിമാനിക്കാവുന്ന ഒരു നേട്ടം തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. മികച്ച ചിത്രത്തിനുൾപ്പെടെ 8 പുരസ്കാരങ്ങളാണ് മലയാള സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. അതിൽ മികച്ച ചിത്രം അത് ആനന്ദ് ഏകർഷി സംവിധാനം ചെയ്ത ആട്ടം എന്ന സിനിമ നേടിയിരിക്കുന്നു. ഒപ്പം തന്നെ മികച്ച മലയാള ചിത്രം സൗദി വെള്ളക്കയാണ്. മികച്ച ബാലതാരത്തിനുള്ള പുരസ്കാരം മാളികപ്പുറം എന്ന ചിത്രത്തിലൂടെ ശ്രീപദ് നേടിയിട്ടുണ്ട്. മികച്ച നടിമാർ 2 പേരാണ് ഈ മികച്ച നടി എന്ന പുരസ്കാരം അവർ പങ്കിട്ടിട്ടുണ്ട്. അതായത് നിത്യാമേനോൻ ചുറ്റമ്പലം എന്ന ചിത്രത്തിലെ അഭിനയത്തിനും ഒപ്പം തന്നെ കച്ച് എക്സ്പ്രസിലെ അഭിനയത്തിന് മാനസി പരേകം പുരസ്കാരത്തിന് അർഹമായിട്ടുണ്ട്. മികച്ച പിന്നണി ഗായിക ബോംബെ ജയശ്രീയാണ്. സൗദി വെള്ളക്ക എന്ന ചിത്രത്തിലെ ഗാനത്തിനാണ് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. മികച്ച എഡിറ്റിംഗ് അതും ആട്ടത്തിന് തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. 3 പുരസ്കാരങ്ങളാണ് ആട്ടത്തിന് ലഭിച്ചിരിക്കുന്നത്. ഇന്ന് നമുക്ക് പറയാവുന്നതിൽ ഈ ദേശീയ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ച വേദിയിൽ ആ അരങ്ങ് നിറഞ്ഞു തന്നെ ആട്ടം എന്ന മലയാള ചിത്രം നിന്നുവെന്ന് വേണം നമുക്ക് പറയാൻ. കാരണം 3 ദേശീയ പുരസ്കാരങ്ങളാണ് ആ ചിത്രത്തിന് ലഭിച്ചിട്ടുള്ളത്. മികച്ച എഡിറ്റിംഗിനുള്ള പുരസ്കാരവും ആട്ടത്തിന് ലഭിച്ചിരിക്കുന്നു. മഹേഷ് ഭുവനേന്ദ്രാണ് പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത്. ഒപ്പം തന്നെ മികച്ച തിരക്കഥ അതും ആട്ടത്തിനാണ് ലഭിച്ചിരിക്കുന്നത്. പ്രത്യേക ജൂറി പുരസ്കാരം കൂടി മലയാളത്തിന് ലഭിച്ചിട്ടുണ്ട്. സജോയ് സലിൽ ചൗധരിയുടെ ആണ് പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത്. ചിത്രം ഘാതികനാണ്. ഒപ്പം തന്നെ ജനപ്രിയ ചിത്രം കാന്താരയാണ്. ബെസ്റ്റ് ഫിലിം എന്ന തരത്തിൽ, അതായത് തമിഴിലെ മികച്ച ചിത്രം എന്ന തരത്തിൽ പുരസ്കാരം നേടിയത് പൊന്നിയിൻ സെൽവൻ പാർട്ട് 2 ആണ്. മികച്ച നടനായി ഋഷഭ് ഷെട്ടിയാണ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. എന്നിങ്ങനെ പുരസ്കാരങ്ങളൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മ്യൂസിക് ഡയറക്ഷൻ AR റഹ്മാനാണ് ആ പുരസ്കാരം ലഭ്യമായിരിക്കുന്നത്. ഇങ്ങനെ മലയാളികൾക്ക് അഭിമാനിക്കാൻ കഴിയുന്ന ഒരു നേട്ടം തന്നെയാണ് ഈ പുരസ്കാര വേദിയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. 8 അവാർഡുകളാണ് മലയാള സിനിമയ്ക്ക് ലഭിച്ചിട്ടുള്ളത്. മികച്ച ചിത്രത്തിനടക്കം 8 പുരസ്കാരങ്ങളാണ് മലയാളത്തിന് ലഭിച്ചിരിക്കുന്നത്. വിനീത വിജിയാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.